ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിലേക്ക് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൊമെൻറ്റം എന്നാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി amount of motion contained in that body and is measured as the product of the mass and velocity of the body. അപ്പോൾ മൊമെൻറ്റം ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് മോഷൻ, അവിടെ ഉണ്ടായിട്ടുള്ള എമൗണ്ട്, മോഷൻ്റെ എമൗണ്ട്, അത് ആ ഒരു ബോഡിയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മോഷൻ്റെ എമൗണ്ട്. അതുപോലെ തന്നെ അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മാസിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ ആ ഒരു ബോഡിയുടെ വെലോസിറ്റിയും കൂടി വെച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി, ആ ഒരു സംഭവം നമ്മുടെ ആ ഒരു ബോഡിയുടെ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ മാസും വെലോസിറ്റിയും, ആ ബോഡിയുടെ മാസും വെലോസിറ്റിയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മോഷൻ്റെ എമൗണ്ടാണ്. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റാണ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ വെലോസിറ്റി, ഒരു ബോഡി റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ഒരു ബോഡി റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെൻറ്റം 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിന് നമ്മൾ S⁻⁻1 എന്ന് കൊടുക്കും. അപ്പോൾ കിലോഗ്രാം MS⁻⁻1 എന്നാണ് ഇതിൻ്റെ SI യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണ് എങ്കിൽ അവിടെ എന്തായിരിക്കും? മൊമെൻറ്റം 0 ആയിരിക്കും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് ഒക്കെ ഇതിൻ്റെ പറ്റിയിട്ടുണ്ട്. ഇഫ് ടു ബോഡീസ് ആർ മൂവിങ് വിത്ത് സെയിം സ്പീഡ് ദ ഹെവിയർ വൺ ഹാസ് ലാർജർ മൊമെൻറ്റം. ഇപ്പോൾ രണ്ട് ബോഡീസ് സെയിം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, രണ്ട് ബോഡീസ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വെയ്റ്റിലുള്ളതാണ് കേട്ടോ, രണ്ട് മാസിലുള്ളതാണ്. അപ്പോൾ ഏതാണോ ഹെവിയർ ആയിട്ടുള്ളത്, ഏതാണോ കുറച്ചും കൂടി വലുത് എങ്കിൽ അതായിരിക്കും ലാർജർ മൊമെൻറ്റം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇഫ് ടു ബോഡീസ് ഹാവ് സെയിം മൊമെൻറ്റം ദ ലൈറ്റർ വൺ ഈസ് മൂവിങ് ഫാസ്റ്റർ. ഇപ്പോൾ രണ്ട് ബോഡീസിന് ഏതിനാണോ രണ്ടിൻ്റെയും മൊമെൻറ്റം സെയിം ആണ്, അപ്പോൾ ഏതാണോ ചെറുത്, ഏതാണോ ലൈറ്റർ, അതായിരിക്കും കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം വരുന്നത്, ഇഫ് ടു ബോഡീസ് ആർ സബ്ജക്റ്റഡ് ടു ആക്ഷൻ ഓഫ് സെയിം ഫോഴ്സ് ഫോർ സെയിം ടൈം we can see that the lighter body acquires higher speed. At the same time, both have the same momentum. ഇപ്പോൾ രണ്ട് ബോഡീസ് അത് സെയിം ആക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, രണ്ടിനും സെയിം ഫോഴ്സ് തന്നെയാണ്, സെയിം ടൈമിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എങ്കിലും അവിടെ ലൈറ്റർ ബോഡി ആയിരിക്കും ഹയർ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷെ രണ്ടിൻ്റെ മൊമെൻറ്റം സെയിം ആയിരിക്കും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനിയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിലോട്ട് കടക്കുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് അല്ലേ. അത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്, നമ്മളതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് ആ ബോഡി മൂവ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ബോഡി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ അത് നിൽക്കുക. അപ്പോൾ നമ്മളൊരു എയർ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒരു ഫോഴ്സാണ്. ഒരു ബോൾ നമ്മൾ നിലത്തോട് ഉരുട്ടി വിടുമ്പോൾ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അത് സ്റ്റോപ്പ് ആവണത്. ഇനി ഈ ഫ്രിക്ഷനൊന്നും ഇല്ലാത്ത അങ്ങനത്തെ, അല്ലെങ്കിൽ അതിന് നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു ബോൾ നമ്മൾ ഉരുട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ പോകും. അപ്പോൾ ലോയിൽ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലായിരിക്കും അവിടെ ആ ബോൾ ഇനങ്ങണതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത്, thus if no external force act on a particle, its linear momentum is conserved. This is law of conservation of linear momentum. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഇതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? ഒരു പാർട്ടിക്കിളിൻ്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ലീനിയർ മൊമെൻറ്റം അവിടെ കൺസേർവ്ഡ് ആണ്. ഇതിനെയാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് നോക്കാം.
നെക്സ്റ്റ് വരുന്നതാണ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ചില പാർട്ടിക്കിൾസിൻ്റെ അടുത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ലീനിയർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷൻസ് കേട്ടോ. റോക്കറ്റ്സും ജെറ്റ് പ്ലെയിൻസും ആണ് ഫസ്റ്റ് ഹെഡിങ് വരുന്നത്. റോക്കറ്റ്സും ജെറ്റ് പ്ലെയിൻസും വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ജെറ്റ് പ്രൊപ്പൽഷൻ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റോക്കറ്റ്സും ജെറ്റ് പ്ലെയിൻസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പസ്റ്റൻ ചാമ്പർ പ്രൊവൈഡഡ് വിത്ത് എ നോസിൽ. അപ്പോൾ ഇതിന് ഈ ഒരു റോക്കറ്റ്സിനും ജെറ്റ്സിനും ഒരു കമ്പസ്റ്റൻ ചാമ്പർ, അതിൻ്റെ കൂടെ ഒരു നോസിലും ഉണ്ടാവും. ഈ രണ്ട് കേസ് നമ്മൾക്ക് ഇനിയാണ് ഇതിൻ്റെ പറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂവൽ കത്തുന്ന ടൈമിൽ ഫ്യൂവൽ കത്തുമ്പോൾ അവിടെ ഓക്സിഡൈസർ അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ കമ്പസ്റ്റൻ ചാമ്പറിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് ഫ്യൂവൽ കത്തും. അങ്ങനെയാവുമ്പോൾ ഈ ഒരു കത്തിക്കഴിഞ്ഞ് ആ ഒരു ഗ്യാസ് കത്തിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബേൺഡ് ഗ്യാസ് ഇജക്റ്റ് ചെയ്യില്ലേ, കത്തിക്കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് തള്ളില്ലേ, അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അത് പുറത്തോട്ട് തള്ളുന്നത് നോസിൽ വഴിയായിരിക്കും ഈ കത്തിക്കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് തള്ളുന്നത്. അപ്പോൾ അവിടെ ഒരു ഹെവി മൊമെൻറ്റം തന്നെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ, ഇപ്പം നമ്മൾ ഒരു റോക്കറ്റോ ജെറ്റോ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഈ ഗ്യാസ് ബേൺ ചെയ്തിട്ട് അത് പുറത്തോട്ട് പോണത് എന്താ വഴിയാണ്, നോസിൽ വഴിയായിരിക്കും. ആ പോണത് ഹെവി മൊമെൻറ്റത്തിലായിരിക്കും, ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട്. അപ്പോൾ നമ്മൾ റോക്കറ്റും ജെറ്റും ഒക്കെ ഈക്വൽ മൊമെൻറ്റത്തിൽ ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോവുമായിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെൻറ്റത്തിൽ നമ്മൾ പറയുന്നത്. അവർ ഫ്രണ്ടിലേക്ക് പോവുമായിരിക്കും. അത് ഈ കത്തണത് ബാക്കിലോട്ട് ഹെവി മൊമെൻറ്റത്തിൽ പോകുമ്പോഴാണ് റോക്കറ്റൊക്കെ ഫ്രണ്ടിലോട്ട് ഫ്രീ ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ജെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈ വെലോസിറ്റി സ്ട്രീം ഓഫ് ഫ്ലൂയിഡാണ് അവിടെ ഈ നോസിൽ വഴിയൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ദ ബോഡി ബൈ ജെറ്റ് ഈസ് കോൾഡ് ജെറ്റ് പ്രൊപ്പൽഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് വിളിക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഈ ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിന് എന്താണ്, അതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണെന്ന് പറയുന്നത്. The difference between jet plane and a rocket is that jet plane draws oxygen oxidizer necessary for burning fuel from the surrounding air, whereas rocket carries its own oxygen supply. This is because rockets have to travel at high altitude where there is no atmosphere. അപ്പോൾ ജെറ്റും എന്താണ് നമ്മുടെ റോക്കറ്റ്സും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ജെറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓക്സിജൻ യൂസ് ചെയ്തിട്ടും അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റോക്കറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ വേണ്ടിയിട്ട് തന്നെ ഓക്സിജൻ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത സ്ഥലത്തേക്കൂടെയും അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ ഓക്സിജൻ അല്ല റോക്കറ്റ്സിന് പോകേണ്ടി വരും. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ഓക്സിജൻ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു മാറ്റമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് നമ്മൾ റോക്കറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അത് കത്തി ആ ഒരു ബേൺഡ് ഗ്യാസ് പുറത്തോട്ട് വരുന്നത് ബാക്കിലുള്ള നോസിൽ വഴിയായിരിക്കും. അത് നല്ല ഹെവി മൊമെൻറ്റത്തിലായിരിക്കും ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകുന്നത്. ആ ഒരു ഹെവി മൊമെൻറ്റം വെച്ചിട്ട് നമ്മുടെ റോക്കറ്റ്സ് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ ജസ്റ്റ് അത് പറഞ്ഞത്, ബ്രീഫായിട്ടാണ് പറഞ്ഞത്. പിന്നെ വരുന്നതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ജെറ്റിൻ്റെ കേസിലൊക്കെ റേറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ മോഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ റോക്കറ്റിൻ്റെ കേസിൽ അത് യൂണിഫോം ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്നോ അല്ലെങ്കിൽ യൂണിഫോം ആണെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു റോക്കറ്റ്സ് അവർ ആക്സലറേറ്റ് ചെയ്യും, ഡീആക്സലറേറ്റ് ചെയ്യും, അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റോക്കറ്റ്സ് ആക്സലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മോഷൻ യൂണിഫോം ആണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ അതിൻ്റെ ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റിൻ്റെ മാസ് കുറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് ഹയർ വെലോസിറ്റിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ടും നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് തന്നെ ഇതിൽ വരുന്നുണ്ട്.
അങ്ങനത്തെ നമ്മൾ സ്പേസ് റിലേറ്റഡ് ഒക്കെ നോക്കുമ്പോഴായിരിക്കും നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കുക തന്നെ വേണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ ഒരു റോക്കറ്റിൻ്റെ മാസ് എമ്മും അതിൻ്റെ വെലോസിറ്റി വി ആണ്. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ടി ആണ്. ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി. നമുക്കറിയാം മാസിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു റോക്കറ്റ് അതിൻ്റെ ഗ്യാസ് ഇജക്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡി എം എന്നാണ്. അങ്ങനെയൊക്കെ എടുക്കുക. പിന്നെ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഡെറിവേഷൻസ് ഒന്നും ഞാൻ ഇതിൽ നോക്കുന്നില്ല, കാരണം ഇതെല്ലാം നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കാണാണ്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, അതെങ്ങനെയാണോ നിങ്ങൾ. ഞാൻ കൂടുതലായിട്ടും ഡെറിവേഷൻസ് നോക്കാറില്ല. അതിനേക്കാളും കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ ജസ്റ്റ് ഡെറിവേഷൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ഉള്ളതെന്ന്. അടുത്തത് വരുന്നതാണ് മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ്. റോക്കറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്പേസ് ജേർണി ആൻഡ് ദേ റിക്വയർ ഹൈ വെലോസിറ്റി. ഇപ്പോൾ റോക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പേസിലേക്ക് പോകാനും അല്ലെങ്കിൽ സ്പേസിലേക്ക് അയക്കാനൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് നല്ല വെലോസിറ്റിയും ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി ഓർബിറ്റിന് കറങ്ങുന്ന ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട് വിചാരിക്കുക. സാറ്റലൈറ്റ് ഒരു ആ വെഹിക്കിളാണ് റോക്കറ്റ്. അപ്പോൾ അതിനെ നമ്മൾ നല്ല ഹൈറ്റ്, എത്രയാണ് 36,000 കിലോമീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോകണം. റോക്കറ്റിന് ഈ സാറ്റലൈറ്റിനെ ലീവ് ചെയ്യേണ്ടിയൊക്കെ വരും. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 8 km/s, അത്രയും വെച്ച് ലീവ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ടു സെൻഡ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ടു മൂൺ ദ റോക്കറ്റ് ഹാസ് ടു അറ്റൈൻ എ വെലോസിറ്റി ഓഫ് 11 km/s. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതിന് മൂണിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് 11 km/s എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി കടന്നാൽ മാത്രമാണ് അതിന് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നത്. These large velocities cannot be obtained by a single stage rocket because of limitations on exhaust speed u and the mass ratio mi/mf. Because of this limitation, multi-stage rockets are used. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ സ്റ്റേജ് റോക്കറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ഈ ഒരു എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി കടക്കാനായിട്ട്. അപ്പോൾ സാധാരണ റോക്കറ്റ്സ് 8 km/s വരെയാണ് പോകുന്നത്. പക്ഷെ നമുക്കൊരു മൂണിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ എർത്തിൻ്റെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ ആണ് നമുക്ക് പോകേണ്ടതെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് മൂണിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സിംഗിൾ സ്റ്റേജ് റോക്കറ്റുമായിട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളൊരു ഗ്രഹങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലേക്കോ ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ്. അപ്പോൾ അതെന്താണെന്നാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ സാറ്റലൈറ്റും അല്ലെങ്കിൽ ലോഡ് ക്യാരിഡ് റോക്കറ്റ്, ഒരു റോക്കറ്റ് ലോഡ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പേ ലോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് എ റെഫറൻസ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻ വിച്ച് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ സിസ്റ്റം ഈസ് 0. ഇത്രയാണ് ശരിക്കും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇതെന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അവിടെ ഈ ഒരു ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൽ 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചധികം വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ചോദിക്കുള്ളൂ സെൻറ്റർ ഓഫ് മാസ് എന്താണ്, അത്ര മാത്രമേ നമ്മുടെ അടുത്ത് ചോദിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 particle system is defined as the point where the entire mass of the system is supposed to be concentrated for determining the effect of some external force. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 particles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു പോയിന്റ്, അവിടെ എല്ലാ മാസും ആ ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ മാസും ഒരു പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ മാസും, അത് ആ ഒരു പോയിന്റിലുള്ള എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dr1/dt, V2 എന്ന് പറയുന്നത് dr2/dt. മാത്രമല്ല ഇതിൻ്റെ ഡെറിവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഡെറിവേഷൻസ് ആട്ടോ. ഇപ്പോൾ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1 v1,
പ്ലസ് m2 v2. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1 v1 പകരം നമ്മൾ dr1/dt പ്ലസ് m2 v2 പകരം നമ്മൾ പറഞ്ഞു dr2 dt. അങ്ങനെ നമ്മളത് ഡെറിവേഷൻ d/dt പുറത്തോട്ടെടുത്തു, ബാക്കിയെല്ലാം ബ്രാക്കറ്റിലിട്ടു. എന്നിട്ട് ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ വരുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾ. അപ്പോൾ n പാർട്ടിക്കിൾ വരുമ്പോൾ എക്വേഷൻസിന് വരുന്ന ചേഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി. എ റിജിഡ് ബോഡി ഇസ് വൺ വിച്ച് ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഇൻ ഷേപ്പ് വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആർ അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു റിജിഡ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷേപ്പ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഐ തിങ്ക് ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു റിജിഡ് ബോഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഇലാസ്റ്റിസിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൻ്റെ മേലെ വന്നിടിച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്താലും അതിനൊരു ചേഞ്ചും വരില്ല. ഇതിനെയാണ് സെൻറ്റർ ഓഫ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പ്, ആ ഒരു ബോഡിയുടെ ഷേപ്പിനെയും അതുപോലെ അതിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അകത്തായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഒരു പോയിൻ്റ് ആയിരിക്കും. അത് ബോഡിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു പോയിൻ്റ് ആയിരിക്കും. ഇപ്പോൾ സെൻറ്റർ ഓഫ് സർക്കുലർ റിങ്, ഡിസ്ക്, യൂണിഫോം റോഡ്, സിലിണ്ടർ, സ്ഫിയർ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സെൻറ്ററിലായിരിക്കും. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് റെഗുലർ ഷേപ്ഡ് ബോഡി കോയിൻസിഡൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ദ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ ഒരു മോഷൻ ഓഫ് സെൻറ്റർ മാസ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ദാറ്റ് ആക്ട് എ പോയിന്റ് വേർ ദ ഹോൾ ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി ഓർ ഒബ്ജക്റ്റ് ആക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോഡിയുടെ ഒരു പോയിന്റിലേക്കായിരിക്കും ആ ബോഡിയുടെ മാസ് എല്ലാതും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ സിസ്റ്റം ദാറ്റ് ആക്ട് ആസ് എ പോയിന്റ് വേർ ദ ഓൾ ഓഫ് ദ ബോഡി ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം. When a body is projected at the angle theta to horizontal, its center of mass follows a parabolic path because the only external force acting on the projectile is the force of gravity. പിന്നെ വരുന്നത് when a radioactive nucleus moving with constant velocity decays into large number of particles, the particle move in various direction with different velocities, but the velocity of their center of mass remains the same. എപ്പോഴും വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് സെയിം ആണ് ഉണ്ടാവുന്നത്. ഇത് നോക്കിയാൽ മതി. സെൻട്രൽ ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഇൻ മോഷൻ വിച്ച് ആർ ഡയറക്റ്റഡ് ഐദർ ടുവാർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. മോഷനിലായിരിക്കും പാർട്ടിക്കിൾ. ഇതെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ടുവാർഡ്സ് അല്ലെങ്കിൽ എവേ, ഒന്നെങ്കിൽ അടുത്തോട്ട് വരുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ അകന്നു പോകുന്നത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന്. അതിനെയാണ് നമ്മൾ മോഷൻ അണ്ടർ സെൻട്രൽ ഫോഴ്സസ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ഫോഴ്സുകളും പല പല ടൈപ്പാണ്. മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, അതുപോലെ മാസ് ഓഫ് റിജിഡ് ബോഡി, മാസ് ഓഫ് സിസ്റ്റം ഓഫ് എൻ പാർട്ടിക്കിൾ, അങ്ങനെ ഒരേപോലത്തെ പേര് വെച്ചിട്ട് തന്നെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ നോക്കണം. സെൻട്രൽ ഫോഴ്സിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ഹൂക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ കുളോംസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ നോക്കി വയ്ക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സ്, ഒന്നാമത്തെയാണ് ടോർക്ക്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ 2 പ്രോപ്പർട്ടീസും കൂടിയും കൊടുത്തിട്ടുണ്ട്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അടുത്തത് വരുന്നതാണ് എക്സാമ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നമ്മുടെ പ്ലാനറ്റ് എർത്ത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ കീഴിൽ F = -gmr/r². അങ്ങനെ അവിടെ ആംഗുലാർ മൊമെൻറ്റം പറയുന്നത് L = I⍵, പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. സമ്മർ സീസണിലാകുമ്പോൾ പോളർ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യും. വാട്ടർ അടിയിലോട്ട് ഇക്വേറ്ററിൻ്റെ അടുത്തോട്ട് ഒഴുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വരുന്നത് പ്ലാനറ്ററി മോഷൻ.
പ്ലാനറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനറ്റ്സ് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനറ്റ്സ് എല്ലാതും സണ്ണിന് ചുറ്റും ഇലക്ട്രിക്കൽ പാത്തിൽ പോകുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വെച്ചിട്ട് ഈ കേസിലല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ വെച്ചിട്ട് ചിന്തിക്കരുത്. നമ്മൾ കൂടുതലായിട്ടും യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിനെ വെറുതെ കിടന്ന് ചുറ്റുമല്ല ചെയ്യുന്നത്, ഒപ്പം സണ്ണും കറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ഇമാജിൻ ചെയ്തോളൂ. ഒരിക്കലും സണ്ണിനെ മാത്രം നിന്ന് എർത്ത് അവിടെ നിന്ന് ചുറ്റുമല്ല, ഒപ്പം സണ്ണും കൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കാം. അപ്പോൾ പ്ലാനറ്ററി മോഷൻ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഒരാൾ ഊഞ്ഞാലിലിരിക്കുകയാണെങ്കിൽ ഊഞ്ഞാൽ ഫ്രണ്ടിലോട്ടും പോവും ബാക്കിലോട്ടും വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിടുന്നതായിരിക്കും, എന്നാലും അതൊക്കെ നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഈ ചാപ്റ്റർ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്ന ചാപ്റ്ററാണ്, പക്ഷേ എളുപ്പമാണ്, പഠിച്ചു നോക്കാം.